ഇന്ന് നല്ലൊരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയാണേ. ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ മൈസൂർ ചീര എന്ന് പറയും. വിറ്റമിൻസ്, കാൽഷ്യം, അയണും ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിലെല്ലാം ഉപരി എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇതിൻ്റെ തോരനുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് ഇത് കിട്ടി, നമ്മളതൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുത്തു. ഇനി അത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ നമ്മൾ തോരനൊക്കെ അറിയില്ലേ അതുപോലെ. എന്നിട്ടൊരു പാൻ എടുക്കുക, അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എനിക്ക് എണ്ണയില്ലെങ്കിൽ അത്ര സന്തോഷം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് അതിൽ കിടന്നൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില, അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ആ ഇല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും. തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി മതി. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. എന്നിട്ട് തുറക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കാണും. നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം. ആ മണം കേൾക്കുമ്പോഴേ നമുക്കറിയാം ചീരത്തോരൻ റെഡിയായി. എനിക്ക് പൊതുവെ ഈ കറിക്ക് ഉപ്പിടാൻ അറിയത്തില്ല. അപ്പോൾ ഇത്തിരി കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് എടുത്ത് ഇച്ചിരി കഴിച്ചു നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടി തോരനും കൂടി കൂട്ടി അങ്ങോട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.